ശിവരാത്രിയെക്കുറിച്ച് വളരെ വിശദമായി താഴെ നൽകുന്നു. മഹാദേവ ഭക്തർക്ക് ഏറ്റവും പുണ്യകരമായ ദിവസമാണ് മഹാശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി തിഥിയിലാണ് ഇത് ആഘോഷിക്കുന്നത്. ഇതിന്റെ പ്രത്യേകതകളും വ്രതാനുഷ്ഠാന രീതികളും നമുക്ക് നോക്കാം. എന്താണ് ശിവരാത്രി? ഐതിഹ്യം. ശിവരാത്രിയെക്കുറിച്ച് പ്രധാനമായും 3 വിശ്വാസങ്ങളാണുള്ളത്. 1. ലോകരക്ഷയ്ക്കായി വിഷം കഴിച്ച കഥ. പാലാഴി മഥന സമയത്തുയർന്നുവന്ന കാളകൂട വിഷം ലോകത്തെ നശിപ്പിക്കാതിരിക്കാൻ ഭഗവാൻ ശിവൻ അത് പാനം ചെയ്തു. വിഷം താഴോട്ടിറങ്ങാതിരിക്കാൻ പാർവതീദേവി ഭഗവാന്റെ തൊണ്ടയിൽ അമർത്തിപ്പിടിക്കുകയും ലോകം മുഴുവൻ ഭഗവാന്റെ രക്ഷയ്ക്കായി അന്ന് രാത്രി ഉറങ്ങാതെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ശിവരാത്രി ആഘോഷം തുടങ്ങിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. 2. ശിവപാർവതി വിവാഹം. ശിവനും പാർവതിയും വിവാഹിതരായ ദിവസമായും ഇത് ആഘോഷിക്കുന്നു. 3. ലിംഗോത്ഭവം. ബ്രഹ്മാവിനും വിഷ്ണുവിനും മുന്നിൽ ശിവൻ ഒരു ജ്യോതിർലിംഗമായി പ്രത്യക്ഷപ്പെട്ട ദിനമാണിതെന്ന് ലിംഗപുരാണം പറയുന്നു. വ്രതം അനുഷ്ഠിക്കേണ്ട രീതി വിശദമായി. ശിവരാത്രി വ്രതം എടുക്കുന്നത് ശരീരത്തിനും മനസ്സിനും ശുദ്ധി നൽകുന്നു. തലേദിവസം തലേന്ന് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് മിതഹാരം വ്രതം ആരംഭിക്കുക. ഇതിനെ ഒരുക്കൽ എന്നു പറയുന്നു. ശിവരാത്രി ദിവസം പുലർച്ചെ കുളിച്ച് ഭസ്മധാരണം നടത്തി ശിവക്ഷേത്ര ദർശനം നടത്തുക. ഉപവാസം. പൂർണ്ണമായും ഉപവസിക്കുന്നതാണ് ഉത്തമം. എന്നാൽ ആരോഗ്യപ്രശ്നങ്ങളുള്ളവർക്ക് കഞ്ഞി, ഇളനീർ അല്ലെങ്കിൽ പഴങ്ങൾ എന്നിവ കഴിക്കാം. മന്ത്രജപം. പകൽ മുഴുവൻ ഓം നമഃശിവായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. ശിവപുരാണമോ ശിവസഹസ്രനാമമോ വായിക്കുന്നത് നല്ലതാണ്. രാത്രി ജാഗരണം. ശിവരാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത്. രാത്രി ഉറങ്ങാതെ ഭഗവത് ചിന്തയിലിരിക്കണം. ക്ഷേത്രങ്ങളിൽ രാത്രിയിലെ 4 യാമങ്ങളിലും വിശേഷാൽ പൂജകളും അഭിഷേകങ്ങളുമുണ്ടാകും. ഇതിൽ പങ്കെടുക്കുന്നത് വലിയ പുണ്യമാണ്. ബലിതർപ്പണം. കേരളത്തിൽ ശിവരാത്രി ദിവസം പിതൃക്കൾക്കായി ബലിതർപ്പണം നടത്തുന്നതും പതിവാണ്. ഉദാഹരണത്തിന് ആലുവ, മണപ്പുറം. ശിവരാത്രി വ്രതത്തിന്റെ ഫലം. ശിവരാത്രി വ്രതം നോൽക്കുന്നവർക്ക് സകല പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നും മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം. 1. പാപമുക്തി. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരമായി ഈ വ്രതത്തെ കണക്കാക്കുന്നു. 2. ഐശ്വര്യം. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ദീർഘായുസ്സും ലഭിക്കുന്നു. 3. മനോബലം. മനസ്സിനെ നിയന്ത്രിക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഈ വ്രതം സഹായിക്കുന്നു. 4. അഭീഷ്ടസിദ്ധി. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കാൻ മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കാൻ. ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട കൂവളത്തില, വിൽവപത്രം കൊണ്ട് അർച്ചന നടത്തുന്നത് ഈ ദിവസം ഒഴിവാക്കരുത്. പിറ്റേ ദിവസം, അമാവാസി ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. പാരായണവീടൽ നൽകുന്നു. 1. ശിവപഞ്ചാക്ഷര സ്തോത്രം. ഭഗവാന്റെ 5 അക്ഷര മന്ത്രത്തിന്റെ ന, മ, ശി, വ, യ മഹത്വം വാഴ്ത്തുന്ന ശ്ലോകം. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃശിവായ. 2. ക്ഷമാപണ ശ്ലോകം. വ്രതവേളയിൽ വന്നുപോയ തെറ്റുകൾക്ക് പരിഹാരമായി ചൊല്ലേണ്ടത്. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഈ 2 പ്രാർത്ഥനകളുടെയും അർത്ഥം വളരെ ലളിതമായി താഴെ നൽകുന്നു. 1. ശിവപഞ്ചാക്ഷര സ്തോത്രം. അർത്ഥം. ഭഗവാന്റെ രൂപത്തെയും ഗുണങ്ങളെയും ഈ ശ്ലോകം വർണ്ണിക്കുന്നു. നാഗേന്ദ്രഹാരായ സർപ്പരാജാവിനെ മാലയായി ധരിച്ചവൻ. ത്രിലോചനായ 3 കണ്ണുകളുള്ളവൻ, നെറ്റിക്കണ്ണുള്ളവൻ. ഭസ്മാംഗരാഗായ ശരീരം മുഴുവൻ ഭസ്മം പൂശിയവൻ. മഹേശ്വരായ ദേവാധിദേവനായ മഹേശ്വരൻ. നിത്യായ ശുദ്ധായ മാറ്റമില്ലാത്തവനും നിത്യൻ പരിശുദ്ധനുമായവൻ. ദിഗംബരായ ദിക്കുകളെ വസ്ത്രമായി ധരിച്ചവൻ. തസ്മൈ നകാരായ നമഃശിവായ ന എന്ന അക്ഷരത്താൽ സൂചിപ്പിക്കപ്പെടുന്ന ആ ശിവഭഗവാനെ ഞാൻ വണങ്ങുന്നു. 2. ക്ഷമാപണ ശ്ലോകം. അർത്ഥം. നമ്മുടെ തെറ്റുകൾക്ക് ഭഗവാനോട് മാപ്പിരക്കുന്ന ശ്ലോകമാണിത്. കരചരണകൃതം. കൈകാലുകൾ കൊണ്ട് ചെയ്തുപോയ തെറ്റുകൾ. വാ കായജം കർമ്മജം വാ ശരീരം കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വന്ന പിഴവുകൾ. ശ്രവണനയനജം വാ ചെവികൾ കൊണ്ടോ കേട്ടത്, കണ്ണുകൾ കൊണ്ടോ കണ്ടത് സംഭവിച്ച തെറ്റുകൾ. മാനസം വാപരാധം. മനസ്സുകൊണ്ട് ചിന്തിച്ചുപോയ അപരാധങ്ങൾ. വിഹിതമവിഹിതം വാ അറിഞ്ഞുകൊണ്ട് ചെയ്തതോ അറിയാതെ പറ്റിപ്പോയതോ ആയ കാര്യങ്ങൾ. സർവമേതത് ക്ഷമസ്വ ഇവയെല്ലാം എന്നോട് ക്ഷമിക്കണമേ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. കരുണക്കടലായ ഹേ മഹാദേവ, അങ്ങേക്ക് ജയമുണ്ടാകട്ടെ. ഈ വരികൾ മനസ്സിരുത്തി ചൊല്ലുമ്പോൾ വ്രതാനുഷ്ഠാനം കൂടുതൽ അർത്ഥപൂർണമാകും. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ വ്രതമനുഷ്ഠിക്കുന്നവരോട് പറയാനുള്ള കാര്യങ്ങളിതാ.
മഹാദേവന്റെ അനുഗ്രഹത്തിനായി വ്രതമെടുക്കുന്ന ഏവർക്കും ശിവരാത്രി പുണ്യങ്ങൾ നേരുന്നു. ഈ പുണ്യദിനത്തിൽ മനസ്സിനെ ഭഗവാനിലർപ്പിച്ച് ഓം നമഃശിവായ മന്ത്രജപത്തോടെയും ജാഗരണത്തോടെയും വ്രതം പൂർത്തിയാക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിക്കാനും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയാനും ഭഗവാൻ ശിവൻ തുണയ്ക്കട്ടെ.